തിരുവനന്തപുരം ചെമ്പൂരിൽ കുടുംബ വഴക്ക് പരിഹരിക്കാനെത്തിയ 60-കാരനെ അടിച്ചുകൊന്ന കേസിൽ 2ഉം 3ഉം പ്രതികൾ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ചെമ്പൂർ സ്വദേശി സത്യരാജാണ് 6-ാം തീയതി കൊല്ലപ്പെട്ടത്. ഡിസംബർ 6-ാം തീയതി രാത്രി 8 മണിയോടെയാണ് ഒറ്റശേഖരമംഗലത്തിനടുത്തെ ചെമ്പൂർ യദുക്കരയിലെ മനോഹരന്റെ വീട്ടുമുറ്റത്ത് 60-കാരൻ സത്യരാജ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. 2 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെമ്പൂരിൽ മനോഹരന്റെ വീടിന് തൊട്ടടുത്തു തന്നെയാണ് സഹോദരന്മാരായ സത്യരാജും വില്യമും താമസിച്ചിരുന്നത്. മനോഹരന്റെ വീട്ടിൽ പതിവായി വഴക്കുണ്ടാകാറുണ്ട്. മനോഹരൻ വിദേശത്തായിരുന്നപ്പോൾ ഭാര്യാപിതാവിനും ഭാര്യയുടെ സഹോദരങ്ങൾക്കും നൽകിയ പണം നാട്ടിലെത്തിയപ്പോൾ തിരികെ ചോദിച്ചതിൻ്റെ പേരിലാണ് പലപ്പോഴും വഴക്കുണ്ടായിരുന്നത്. 6-ാം തീയതിയും സ്ഥിരം വഴക്കു തന്നെയാണ് നടന്നത്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ വാക്കുതർക്കം കയ്യാങ്കളിയായി. തൻ്റെ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട മനോഹരനെ ഭാര്യയുടെ അച്ഛൻ ആൽബിയും ഭാര്യയുടെ സഹോദരങ്ങളായ ജോഷിയും ജോയിയും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. സഹോദരന്റെ വീട്ടിലെ വലിയ ബഹളം കേട്ടാണ് സത്യരാജ് ഓടിയെത്തിയത്. മനോഹരനെ തല്ലുന്നവരെ പിടിച്ചുമാറ്റാൻ സത്യരാജ് ശ്രമിച്ചു. ഇതോടെ മനോഹരന്റെ ഭാര്യയുടെ അച്ഛനും 2 സഹോദരന്മാരും സത്യരാജിനെതിരെ തിരിഞ്ഞു. സത്യരാജിന്റെ കണ്ണും തലയും നെഞ്ചും 3-അംഗ സംഘം അടിച്ചു തകർത്തു. വീട്ടുമുറ്റത്തു കിടന്ന തടിക്കഷ്ണവും സിമന്റ് കട്ടയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഭാര്യാപിതാവിനെയും സഹോദരങ്ങളെയും തടയാൻ മനോഹരൻ ശ്രമിക്കുന്നതിനിടെ സത്യരാജ് ബോധമറ്റ് നിലത്തു വീണു. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആശുപത്രിയിലാണ് സത്യരാജിനെ ആദ്യം എത്തിച്ചത്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയോടെ സത്യരാജിന് ജീവൻ നഷ്ടമായി. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജോയിയെ ആര്യങ്കോട് പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ 2ഉം 3ഉം പ്രതികളായ ജോഷിയും ആൽബിയും ശനിയാഴ്ചയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. സംഘം ചേർന്നുള്ള കൊലപാതകത്തിനാണ് 3 പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാവലൂർ സ്വദേശികളായ 3 പേരെയും നെയ്യാറ്റിൻകര കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.